ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ഭാരവാഹികളല്ല കോടതിയിൽ പോയിരിക്കുന്നത്. ആ പരിസരത്തുള്ള ആരെങ്കിലും അല്ല കോടതിയിൽ പോയിരിക്കുന്നത്. ഹിന്ദു അതാ ഞാൻ ഐക്യവേദി പറഞ്ഞത്, മറ്റൊരു എന്ന് രാഷ്ട്രീയ പറയുന്ന ഒരു പാർട്ടിയാണ്. സംഘടനയാണ് പോയിരിക്കുന്നത്. പക്ഷെ കോടതി അക്കാര്യത്തിലൊരു തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഇത്തരം പൊതുപരിപാടികൾക്കൊന്നും തന്നെയും ക്ഷേത്രഭൂമിയിൽ വേണ്ട എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത് നേരത്തെയുള്ള വിധിന്യായങ്ങൾ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി അത്തരത്തിലൊരു തീരുമാനം പക്ഷെ എടുത്തിരിക്കുന്നത്. സർക്കാർ പരിപാടി അങ്ങനെയാണോ? സർക്കാർ പരിപാടി ആണെങ്കിൽ തന്നെയും നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 3 മീറ്റർ, അതായത് ശ്രീകോവിലിന്റെ 3 മീറ്റർ മാത്രം അകലെയാണ് ഇതിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ഷേത്ര ചടങ്ങുകളെ ബാധിച്ചേക്കാം. ആ രൂപത്തിലാണെങ്കിൽ അല്ല, അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്ര ചടങ്ങുകളെ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ പരിപാടി വേണ്ട എന്നുള്ളത് തന്നെയാണ്. സർക്കാർ പരിപാടിന്റെ അർത്ഥത്തിലല്ല അത്. അല്ല, അപ്പോൾ ക്ഷേത്ര ചടങ്ങുകളെ ബാധിക്കുന്ന വിധത്തിൽ ക്ഷേത്രഭൂമി, അത് ക്ഷേത്രഭൂമി അല്ല എന്നുള്ളതാണ് സർക്കാർ കണക്കിലുള്ളത്. കാരണം ഈ സ്കൂളിന്റെ CBSE അംഗീകാരത്തിന് വേണ്ടി സ്കൂൾ സമർപ്പിച്ചിരിക്കുന്ന ഭൂമി ഇതാണ്. അപ്പോൾ സ്കൂളിൻ്റേതെന്നും ക്ഷേത്രത്തിൻ്റേതെന്നും പറയുന്ന ഭൂമിയാണ്. അവസാനം കോടതി മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ദേവസ്വം ഭൂമിയാണ് അന്തിമമായി എന്നുള്ളതാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ടത് ഈ 3 മീറ്റർ മാത്രമേ ശ്രീകോവിലിൽ നിന്നും അകലുള്ളൂ. അപ്പോൾ ഒരു സർക്കാർ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശ്രീകോവിൽ അവിടെ ഇപ്പോൾ ഉച്ചപൂജ നടത്തണമെന്ന് വിചാരിച്ചോളൂ. സ്വാഭാവികമായി അതിന് തടസ്സമുണ്ടാക്കുന്ന പരിപാടി എന്തായാലും ഈ ദേവസ്വം ഭൂമിയിൽ വേണ്ട എന്നാണ് കേരള ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ഒരു പരിപാടിയും വേണ്ടെന്നേ. RSSന്റെ മാസ്റ്ററിലും വേണ്ട, അവിടെ പാൻ ചവച്ച് തുപ്പണ്ട, അവിടെ മദ്യക്കുപ്പി വേണ്ട, അവിടെ ഇനി സർക്കാർ പരിപാടി വേണ്ട എന്നാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി തീരുമാനിക്കുന്നതെങ്കിൽ അതും പക്ഷെ ഒരു താരതമ്യമുണ്ടോ ഈ രണ്ട് കാര്യങ്ങളായിട്ട്? താരതമ്യപ്പെടുത്തിയിട്ട് അല്ലേ തീരുമാനിച്ചിട്ടുള്ളത്. നോക്കൂ, ഇങ്ങനെയുള്ള ഒരു പരിപാടിയും വേണ്ട എന്നാണ് കേരള ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇത് വിവാദം മാത്രം ഉണ്ടാക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നോക്കൂ, ഇപ്പോൾ കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിലെത്തി ഇന്ന് പ്രഖ്യാപനം നടത്തുമെന്നൊന്നും നവകേരള സദസ്സ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ചില കാര്യങ്ങൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന മന്ത്രിസഭ ഓരോ നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് കേരള സർക്കാരിന് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ശമ്പളം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ സാധനങ്ങൾ വാങ്ങാൻ ആളുണ്ടാവില്ല. വലിയ രീതിയിലുള്ള ഒരു ഭീതിജനകമായിട്ടുള്ള സാഹചര്യം കേരളത്തിലുണ്ടാകും. അപ്പോൾ കേരളത്തിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, കേരളം 1 രൂപ കേന്ദ്രത്തിലേക്ക് ടാക്സായി നൽകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 20 പൈസയാണ്. പക്ഷേ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അത് 2 രൂപയിലധികമാണ്. അപ്പോൾ ആ നിലയിൽ കേരളത്തിൻ്റെ വിഹിതം പരമാവധി വെട്ടിക്കുറച്ച് കേരളത്തിന് കടമെടുക്കാനുള്ള സാധ്യതകൾ പരമാവധി ഇല്ലാതാക്കിക്കൊണ്ട് ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ സർക്കാരിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലിരിക്കുന്ന സെക്രട്ടേറിയറ്റിലിരിക്കുന്ന മന്ത്രിസഭ ഓരോ നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഓരോ മണ്ഡലത്തിലും എന്തെങ്കിലും പ്രഖ്യാപനം നടത്തി അത് വാർത്തയാകും എന്ന് ആരും പറഞ്ഞിട്ടില്ല. വാർത്ത വിവാദമാകുന്നതിന്റെ സാഹചര്യം അല്ല. ഇതിലിപ്പോൾ 2 കാര്യങ്ങളാണ്. ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു എന്ന് ആദ്യം പ്രഖ്യാപിക്കുന്നു. ആ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു കൗണ്ടറൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പ്രശ്നങ്ങൾ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി തന്നെ പ്രസംഗിക്കുകയാണ്, ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സ്ഥലമല്ല, പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ജനങ്ങളെ അറിയിക്കാൻ, പ്രശ്നങ്ങളെ അറിയിക്കാൻ ഈ നാട് നീളെ സഞ്ചരിച്ചാലേ പറ്റുന്നില്ലല്ലോ. സ്മൃതി, അത് കാണേണ്ടതെന്ന് വെച്ചാൽ പരാതി ആളുകളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്, ആ പരാതിക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ചില മാധ്യമങ്ങൾ, അതുപോലെ തന്നെ UDF, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരേ ശബ്ദത്തിൽ പറയുന്ന കാര്യമുണ്ട്, ഒരു പരാതിക്കും പരിഹാരമില്ല എന്നുള്ളത്. സ്മൃതിക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണന്, ഷാൻഡോ അഗസ്റ്റിന് തോന്നുന്നുണ്ടോ കേരളത്തിൽ നിന്റെ മന്ത്രിസഭ ഒന്നാകെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും എത്തി സ്വീകരിക്കുന്ന പരാതികളിൽ ഒന്നിനും പരിഹാരമുണ്ടാകില്ല എന്ന്? പരിഹാരം സാധ്യമാകുന്നതിന് മാത്രമേ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾക്ക് അത് ഇപ്പോൾ ഒരു പരാതി എഴുതി തന്നു എന്ന് വിചാരിച്ചിട്ട് ആ പരാതിക്കൊരു മറുവശം ഉണ്ടാവുമല്ലോ. ആ മറുവശത്താണ് ശരിയെങ്കിൽ ആ മറുവശത്തെ ശരിയാണ് തുടരുക, പരാതിയല്ല തുടരുക. അപ്പോൾ പരാതിക്കൊക്കെ ഞാൻ കാണുന്നത് അത്രേ ഉള്ളൂ. ഞാൻ 2-3 ചർച്ചകളിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ സംഘടനകളും ആശ്രയിക്കുന്നത്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ആശ്രയിക്കുന്നത് ഡാറ്റയാണ്. നോക്കൂ, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 2.5 വർഷക്കാലം ഇവർ ഡാറ്റ സൃഷ്ടിക്കുകയാണ്. ഈ ഡാറ്റ ഉപയോഗിച്ചാണ് 2.5 വർഷ കാലഘട്ടത്തിലെ പ്രവർത്തനം വരാൻ പോകുന്നത്. അതിലൊരു സംശയമില്ല. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവർ സ്വാഭാവികമായും ഒരു 2026 റിപ്പീറ്റ് ചെയ്യണമെന്ന ആഗ്രഹത്തിൽ പോകാൻ വേണ്ടി അവരുടേതായിട്ടുള്ള ഡാറ്റയിൽ അവർ ആ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ പോകുന്നത് ഈ പരാതികളിലാണ്. Meet the editors.